എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ല ഞാൻ വാങ്ങേ അളിയാ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാ വാങ്ങേ നീ ഒരാളുടെ അടുത്ത് പോയി നീ എന്തോ അളിയാ നീയല്ലേ മാർച്ച് ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞേ. എന്താടിയാ നീയല്ലേ മാർച്ച് ലാസ്റ്റ് വരുമെന്ന് പറഞ്ഞേ. എക്സാം ഫസ്റ്റിലായിരുന്നല്ലോ. അത് ഞാൻ വരും, ഇടക്ക് വരും. ആരാ ആരാ സിറ്റീസൺ ആളിയാ പോയി സംസാരിക്കുന്നത് കുഴപ്പം. നീ വന്ന് അടിച്ചിട്ടിട്ട് പോയാ നീ അങ്ങ് ഇവിടെ നിന്ന് അങ്ങ് നെളിഞ്ഞ് നടക്കുന്ന ഈ മഞ്ഞല്ലേ ഇവൻ നിന്നെ തന്നെ ഒന്നും അറിയാത്ത അഭിനയിക്കല്ലേ നീ അങ്ങ് അഭിനയിക്കല്ലേ ഒരുപാട്. അയ്യോ അറിഞ്ഞൂടല്ലേ നിനക്ക് അറിഞ്ഞൂടല്ലേ. ഓ എങ്ങനെ എനിക്ക് അവനാന്ന് അറിയാം. ഹലോ നിന്നെ അടിച്ചിട്ടിട്ട് EMS ഒക്കെ ആയിരുന്ന എങ്ങനെയാ പരിപാടി? നമ്മളെ മാമനെ അടിച്ചു പോലെ ഇവൻ. ആ സിറ്റീസൺ അവന്റെ സീനില്ലല്ലോ. ആ സിറ്റീസൺ അല്ലേ സീനില്ലല്ലോ. അറിയില്ല നോക്കിട്ട് വരാലോ. ബ്രോ മഞ്ഞുപൊടി സൗണ്ട് വരുന്നില്ല. പേരെന്താ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ മൊണ്ണെ? നിന്നോട് എത്ര ചോദിക്കുന്നേ? ആ എന്നാ നിന്നെ കൊണ്ട് പേര് പറയിപ്പിച്ചേ ഞാൻ പോകുന്നുള്ളൂ. നീ ഇങ്ങ പേര് പറയാൻ പോലും ധൈര്യമില്ല. കണ്ടി എന്റെ പേര് മാധര. നിന്റെ പേരെന്ത്? നിന്റെ പേരെന്ത്? എന്റെ പേര് മാധര. ആ മാസ്ക് ഒന്നും ഇല്ല. മാസ്ക് ഊരി നീ ഉണ്ടാക്ക് ഇതേ മാസ്ക് ഊരി. എന്റെ പേര് മാധര. നീ നിന്റെ പേര് പറ. എന്താ നിന്റെ പേര് പഴങ്കര മൊണ്ണെ? ആ എന്താ പേര് പറയാൻ പേടിച്ച നീ? എടാ നീ മാസ്ക് ഊരാൻ പറഞ്ഞു പേര് പറയാൻ പറഞ്ഞു. പേര് പറഞ്ഞ് ഡൂലക്സ്. ഡൂലക്സ് എനിക്ക് ഞാൻ പേര് പറയിപ്പിച്ചു തരാം. ഡൂലക്സിനുള്ള തരാം. ഇല്ല അവൻ എന്നോട് കുറച്ച് എനിക്ക് ഞാൻ ഇതിനടിക്കും. എന്താ ദൂരക്ഷ നിന്റെ എന്താടാ സാമാനം ചുരുങ്ങിപ്പോയ നിന്റെ സാമാനം ചുരുങ്ങിപ്പോയ പുറത്തോടാ വാടാ നീ പുറത്ത്. അവൻ വരത്തൊന്നുമില്ല ഇതൊക്കെ ആ തിരിച്ചോടുക. ഞാൻ ചീത്തയൊന്നും വിളിക്കൂലടാ. ഞാൻ വളരെ മാന്യമായല്ലേ എല്ലാവരോടും സംസാരിക്കുന്നുള്ളൂ. ഞാൻ അവനോട് മര്യാദക്കല്ലേ പേര് വെച്ചത്. വളരെ മാന്യമായിട്ടല്ലേ ഞാൻ പേര് വെച്ചത്. ഒരു ബന്ധമല്ല പോയാ ദൂഡക്സ് പോയാ? ഹലോ എടാ അവനോട് സംസാരിക്കാൻ പോയല്ലേ. അവന് എന്റെ കൂട്ടുകാരെ കൊണ്ടുതരും. അവൻ പുറത്തിറക്കും. എന്ത് പറ്റി? നീ എന്താ ചെയ്തേ? ഹലോ ബ്രോ എടാ എന്താ സീൻ എന്താ പറ? ഈ മയിലിന് എത്ര ഫുഡ് കഴിക്കാണ് ചാവുന്നേ? പറഞ്ഞ നീ ഒന്ന് സീന് പറഞ്ഞല്ലോ. ഈ ഫുഡ് എപ്പ ഫുഡ് കഴിക്കാണ് ചാവും? മോനെ ഇപ്പൊ ഇറങ്ങിയ നമ്മ സംസാരിക്കാം. അല്ലെങ്കിൽ നിന്നെ സിറ്റി എവിടെ കടി അടിച്ചു കൊന്ന് പിന്നെ നിന്നെ കക്കൂസ് കഴിച്ച് നിന്നെ കക്കൂസ് നക്കിച്ചിട്ട് ഞാൻ വിടും. ആ അന്ന് നീ വരും ഞാൻ കാണിച്ചു തരാം. നീ വരും ഞാൻ കാണിച്ചു തരാം. ആ നിന്നെ പെണ്ണാണോ വിളിച്ചതൊന്നല്ല.
ഇല്ല പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ഇവനായിട്ട് സംസാരിക്കാനേ മാങ്ങ കൊണ്ട് വിളി. മാങ്ങ കൊണ്ട് ഇവനായിട്ട് പ്രായക്കാരെ അമ്മ താഴേന്ന് വിളിച്ചു, എന്താ പ്രശ്നം? ബ്രോ പീറ്റർ ഉണ്ട്. ഹലോ ബ്രോ 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 ആ ബ്രോ ഹലോ ബ്രോ 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 എന്താ കൂട്ടരം വരുമോ? എന്താണ് സംസാരിക്കാൻ വരും? അവൻ പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ടില്ല എന്ന് പറയുന്നത്. നടന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ബ്രോ എപ്പോ ഇന്നലെ ആയിരുന്നോ? ആ ഇന്നലായിരുന്നു. അല്ലല്ല കുഴപ്പമില്ല. അവന് ചിലപ്പോ മറവിയുടെ പ്രശ്നമായി. അവനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ. ഓ തല ചീട്ടല്ലിരിക്കണം, തല കണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കാണും. മനസ്സിലായോ? ഇന്നലെ അങ്ങനെ ഇന്നലെ നീ അടിച്ചു വന്നിനോ? അമ്പത്തൂരിന്റെ വണ്ടി ഇപ്പൊ ടി വി ആവേ. അമ്പത്തൂരിന്റെ വണ്ടി ഇപ്പൊ ടി വി ആവേ. ഇവിടുന്ന് എല്ലാ അടിയും കണ്ടോണ്ടിരിക്കാ ബ്രോ. വാ 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 മോൻ വാ. ആ വന്നിട്ടേ ഉള്ളു അല്ലേ? ദൈവമേ കണ്ടല്ലേ? ഇപ്പൊ വന്നേ ഉള്ളു. ആ മോനെ കൊണ്ടുപോവേ മോനെ. ഇല്ല ഇവ ഇറങ്ങൂലെന്നാ പറയുന്നത്. അവൻ വന്നേ ഉള്ളൂ എന്നാ ദൈവത്തിനോട് പറയുന്നത്. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. കടയിൽ സാധനം വാങ്ങി പോയി വന്നേ ഉള്ളൂ. സംസാരിച്ചതാരെ അവന്റെ പാമ്പനാ. മുന്നേ DNA ആയിരുന്ന പുറത്തേക്കാണ്. ഞാൻ വരാം. ഞാൻ അമ്പത്തൂർ ബ്രോ എന്നോട് നേരത്തെ സംസാരിച്ച് അതിന് വിളിക്കാൻ വന്നപ്പോ നീ ചൂടായിക്കൊണ്ടിരിക്കല. അപ്പൊ അവർക്കത് ഇവനോട് മര്യാദ ഞാൻ പേര് വെച്ചത്. നീ ചില്ലാണല്ലോ എന്റെ കൂടെ വാ. എന്റെ കൂടെ വാ. നമുക്ക് ഇവരുടെ കൂടെ പോയിട്ട് വരാം. TV വരെ പോയിട്ട് വരാം. ബ്രോ വണ്ടി ഉണ്ടോ ബ്രോ? അതിന്റെ കൂട്ടവനെ വിറ്റ്. മണ്ടൻ തന്നെയാണ് ലേ ക്ലാസ് മണ്ടൻ. നൻപിനെ ഊമ്പിനാന്ന് കേട്ടിരുന്നു. അതാണിത്. അവിടെ ഗ്യാങ്ങോസി കൊണ്ടുപോയല്ലേ? ഹലോ ഗ്യാങ്ങോസി കൊണ്ടുപോയല്ലേ? വേറെ എടാ പറഞ്ഞാലേ മാമനെടുത്തു. അത് ശരിയാണ് ബ്രോ. അതിന് ഞാൻ ബ്രോയോട് മര്യാദക്ക് വന്ന് പേര് ചോദിച്ച നമുക്ക് ഇതെല്ലാം പ്രശ്നം ബ്രോ. ഞാൻ മാമന്റെ സിറ്റുവേഷനല്ലേ പറഞ്ഞേ. ആ ഞാൻ ബ്രോയോട് എന്താ പറഞ്ഞേ? നിന്നോട് ഞാൻ പേരല്ലേ ചോദിച്ചുള്ളൂ. നിന്നോട് ഞാൻ എന്താ പേരും ചോദിച്ചു. അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? പിന്നെ നീ എന്നല്ലേ പറയുന്നത്? നീ എന്നല്ലേ എന്നോട് തിരിച്ചു ഇങ്ങോട്ട് കൊണച്ചത്? നീ എന്താ മാസ്ക് ഇട്ട് തരും? നിന്നോടൊന്നും പറയാൻ സൗകര്യമില്ലേ? ചീത്ത ഇപ്പൊ ഞാനും വിളിച്ചാ? ഞാൻ നിന്നെ ചീത്ത വിളിച്ച? ചീത്ത വിളിക്കണതില്ല, മനസ്സിലായോ? ചീത്ത വിളിക്കുന്ന മാത്രമാണ്. എടാ ഇതെന്താ അമ്പത്തൂര്? ഹലോ അമ്പത്തൂര് അതിലും വലിയ വോട്ട്. അപ്പൊ ട്രിഗറായിട്ട് അഡ്മിൻ വന്ന അഡ്മിനെ ചീത്ത വിളിക്കും. കണ്ടില്ല, അതാണ് സംഭവം. ദൈവത്തിനെ പിന്നെ കണ്ടില്ല, അതാണ് ദൈവം വന്നപ്പോ പിന്നെ ട്രിഗർ ആയില്ലെന്നല്ലേ ബ്രോ പറഞ്ഞേ? ഇവര് ഇങ്ങോട്ട് വന്നല്ലേ പറഞ്ഞ? അപ്പൊ പറഞ്ഞ ട്രിഗർ ആയെന്ന്. ചേട്ടൻ ടോട്ടൽ ഇങ്ങനെയാണോ? ചേട്ടന്റെ സ്വഭാവം ഇങ്ങനെയാണോ? സത്യം പറ. എന്ത് സ്വഭാവം? ചേട്ടൻ ഈ ഓക്കെ അല്ലേ? അനക്ക് ഞാൻ ഓക്കെയാണ്. നീ ഓക്കെ? ഞാൻ ഒട്ടും ഓക്കെ അല്ല. നീ ഒന്നാണ് ഇവിടെ കക്കൂസ് ഉണ്ടാ. എടാ അത് പറ്റൂലടാ. ഹലോ ഹലോ മാമൻ സംസാരിക്കേണ്ട തോന്നുന്നു. ആ അത് പറ്റൂല. ഹലോ മാമാ പിന്നെ പറ്റും. നിനക്ക് നമ്മൾ ഇവനെ എടുത്തുതരാം. അതാ നല്ലത്. എടാ അവൻ ഓൾറെഡി പറഞ്ഞടാ. ടിവിയുടെ ഗ്യാങ്ങോസി കൊണ്ടുവന്ന് പറഞ്ഞടാ. മനസ്സിലായോ?
അതാണ് അതുപോലെ പറഞ്ഞത്. ഒരാള് കുറച്ച് മന്ദാരം മാത്രമാണ് നിന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് നിന്നോട് എന്താ ചോദിക്കേണ്ടിരുന്ന അതിന് മുന്നേ ആ മാസ്ക് ചങ്ങായി വന്നിട്ട് മാസ്ക് ഇട്ട ചങ്ങായില്ലേ ബ്രോ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ നിന്നോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പേര് ചോദിച്ചു. അപ്പൊ പറഞ്ഞ സൗകര്യം ഇല്ലെന്ന്. അപ്പളെ ഞാൻ സംസാരിച്ചു തുടങ്ങിയേ. അതല്ല ആദ്യമേ ട്രിഗർ ചെയ്ത ഒരാള് നോർമലി അപ്പൊ നിങ്ങളുടെ ഹലോ അത് പറ്റും അളിയത്. അല്ല മാമനടിച്ച് കൊന്നായിരുന്നു ഇന്നലെ മന്ദാരം. പക്ഷേങ്കിൽ ഇപ്പൊ മാമൻ ഇപ്പൊ ചോദിക്കാൻ പോയ അത് വേറെയായി. മാമനടിച്ച് കൊല്ലാവുന്നല്ലേ ഉള്ളൂ. നമ്മളുടെ അവിടെ ഉണ്ടോ നമുക്ക് മാറി. അത് ശരി. നമ്മൾ ഇത്ര പേര് നിൽക്കില്ലേ ബ്രോ, സംസാരിക്കും. ബ്രോ ഗണ്ണേമൊന്നും ചെയ്യല്ലേ ബ്രോ? ഈ ബ്രോ എന്താ ഗണ്ണേമൊക്കെ ചെയ്യുന്നത്? സംസാരിക്കും ബ്രോ. എന്താ ബ്രോ ഇത് നമ്മളെ സിറ്റുവേഷൻ ബ്രോ. നമ്മ സംസാരിക്കാൻ വന്നേ പുള്ളിയോട്. ബ്രോ ഗണ്ണേമല്ലേ? പറയട്ടെ, ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് സിറ്റുവേഷൻ ആയിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പം അല്ലല്ലോ. അല്ല നമ്മളെ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞോ. ഇത് ചെയ്തൂടല്ലോ പറയുന്നേക്ക്. ഞങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോ നീ എന്താ അവനെ ഗണ്ണയും ചെയ്തിട്ട് നീ അവനെ ചൊറിഞ്ഞ് അവന്റെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ത്തിട്ട് നീ പ്ലക്കി വിട്ടോന്നെ. പഠിച്ചു കൊല്ലും. അല്ല മാമ അങ്ങനല്ല, അങ്ങനെയല്ല മാമ. കേക്ക് നമ്മളില്ലേ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലടാ. എടാ ഒന്ന് പറയുന്ന കേക്കടാ അളിയാ. ഇത് നമ്മുടെ സിറ്റുവേഷൻ അല്ലേ മാമ? അപ്പൊ നമ്മള് ആ വീഡിയോ നിർത്തി മാമൻ സംസാരിക്കണപ്പോ നമ്മള് സംസാരം നിർത്തിയിട്ട് മാമൻ സംസാരിക്കണം. നമ്മള് മതിലിന്റെ ബാക്ക് വിളിച്ചിരിക്കാം. മതിൽ ഹെൽമെറ്റ് ഇടുന്നീ ഹെൽമെറ്റ്. അല്ല നമ്മള് മതിലിന്റെ ബാക്ക് വിളിച്ചിരിക്കാം. നമുക്ക് ലീവ് ചെയ്യുന്ന വണ്ടിയിൽ എടുത്തിട്ട് പോവാ. ഈ ചുവന്ന ക്യാപ്പിട്ട ബ്രോയിങ്ങാണ്. ബ്രോയുടെ ഫ്രണ്ടാണ് ഇത്. അല്ല ഞാൻ ഈ ചുവന്ന ക്യാപ്പിട്ട ബ്രോയുടെ സംസാരിക്കാം. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് ചൊക്ലി. ചൊക്ലിയാ? ചൊക്ലി എവിടെയാ നിങ്ങള്? ഈ പയ്യനെ ഇന്നലെ ഈ മാമനെ പ്ലക്കി വിട്ടായിരുന്നു. അപ്പൊ ഇന്ന് അവൻ പ്ലക്കട്ടെ. അല്ല അത് ബ്രോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു ബ്രോ വന്നിട്ട് വണ്ടി എടുത്ത് അടിച്ചിട്ടു എന്നിട്ട് തിരിച്ചടിച്ചു. ബ്രോയുടെ പേരെന്താ? ചൊക്ലി സൈമൺ എന്നാണോ? ചൊക്ലി ബാസി. ചൊക്ലി ബാസി. നിങ്ങൾ ചൊക്ലി എവിടെയാന്ന് ശരിക്കും? അല്ലല്ല അങ്ങനെയൊന്നല്ല, അത് അഡ്മിൻ ഇട്ടെന്ന പേരാ, അതുകൊണ്ട് അങ്ങനെ ഇട്ട് പോയി. അഡ്മിൻ പേരിടുന്നുണ്ടോ ഇപ്പൊ? അത് പേര് ഫസ്റ്റ് ഇട്ട പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. എന്താ ഫസ്റ്റ് ഇട്ട പേരെന്തായിരുന്നു? ഫസ്റ്റ് ഇട്ട പേര് റിഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട്. റിഫ്ലക്സ് ഗോഡാണോ? അല്ലല്ല, ആരാ മാറ്റിയെന്നറിയില്ല, അവരത് മാറ്റം പറഞ്ഞു മാറ്റി. ബ്രോ പക്ഷെ നല്ല പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാപ്പിക്കണം കേട്ടോ. അല്ല ഫസ്റ്റ് സിറ്റിയിൽ വന്നപ്പോ തന്നെ ഗ്യാങ്ങിലായിരുന്നു അവനും. ഗ്യാങ് MRZ ആയിട്ട് ഒരു ഇഷ്യൂ വന്നപ്പോ കിക്ക് ചെയ്തു. മാങ്ങ അളിയാ ആളി ഇച്ചിരി തിരക്കിലാ. മാങ്ങ വിളിക്കാ അളിയാ. ഓക്കെ അളിയാ, ഞാൻ മുതുക്കേരം വിളിക്കളിയാ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂ വന്നു. അപ്പൊ അതില് ഗ്യാങ് ഇവനെ കിക്ക് ചെയ്തു. ഇവൻ DNA-യിലായിരുന്നു. അപ്പം MRZ അത് റിയാക്ട് ചെയ്തതിന്റെ വിധം വളരെ മോശമായിരുന്നു. സീരിയസ്ലി മെന്റലി അങ്ങനെ പോയി. അപ്പം ഗ്യാങ്ങിനോട് ഇവന് ഇപ്പൊ സിറ്റിസൺ ആയിട്ട് നടക്കുമ്പോൾ ഗ്യാങ് ചെയ്യുന്നത് എല്ലാരും ഒരുപോലെ ചെയ്യുന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് ഇങ്ങനെ ട്രിഗർ ആകുന്നത്. സീരിയസ്ലി അതൊന്ന് കൂളായിട്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാവരുമായിട്ട്. തിരിച്ചു ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാരും അതായത് ഇത് കഴിഞ്ഞിട്ട് കണ്ണാപ്പി ബ്രോ വന്നിട്ട് കുറച്ച് സീനാക്കിയായിരുന്നു ഇതിന് മുമ്പ്. അതുകൊണ്ടാണ് തോന്നുന്നു നിങ്ങളോടെല്ലാം അത്ര വലിയ ഇത് വന്നത്. ബ്രോ ഇനി ഞാൻ അവനോട് മര്യാദ ബ്രോ സംസാരിച്ചു. ഞാൻ ആരോട് അങ്ങനെ ട്രിഗർ ആവുന്നില്ല. ഞാൻ പോയിട്ട് ബ്രോ പേരെന്താ കാര്യം ചോദിക്കാൻ അപ്പം തന്നെ അവൻ തിരിച്ച് ലൈക്ക് ഞാൻ ആരാന്ന് പോലും അവൻ അറിഞ്ഞൂടാ. എന്നിട്ട് തന്നെ അവൻ ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പേര് പറഞ്ഞു. എന്നിട്ട് പേര് പറയാൻ പറഞ്ഞപ്പോ പിന്നെ അവൻ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാണ് ബ്രോ നമ്മ ട്രിഗർ ആയത്.
അല്ലാണ്ട് ഞാൻ അങ്ങനെ ട്രിഗർ ആവാറില്ല ബ്രോ. ഇപ്പൊ അവരവരെ ഇല്ല ബ്രോ, അതിപ്പം ബ്രോനിപ്പം സമാധാനം കിട്ടാൻ എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്യാം. അയ്യോ, അത് ചെയ്ത ഈ പാവം പിടിച്ചതിനെ കൊന്നിട്ട് എനിക്ക് എന്ത് സമാധാനം കിട്ടാം. ഇതിപ്പോ മാമനെ അവരെന്താ ചെയ്യട്ടെ. നല്ല നീറ്റായ ആളായിരുന്നു, നല്ല കൺപവറുള്ള ആളാണ്. പക്ഷെ ആ അന്നത്തെ ഇഷ്യൂ മീൻസ് ഇതിൽ തന്നെ ഓസി പോലെ രീതിയിൽ അവര് റിയാക്ട് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇപ്പൊ XMD വർക്ക് ചെയ്യുന്നത്. XMD-ലാണ്? ഇപ്പൊ XMD-ലാണ്. അങ്ങനെ പോവാ. അപ്പം ഏതെങ്കിലും ഒരു ടൈമില് മുതുക്കിൽ വന്നിരിക്കും. അപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം. ആണല്ലേ? അല്ലാതെ വേറെ ഒന്നല്ല, വെറും പാവമാണ്. ആരും പിന്നെ ആ ഇഷ്യൂവിന്റെ പിന്നെ എല്ലാരും അങ്ങ് വിട്ടുപോയി. ഗ്യാങ് എല്ലാരും അവനെ ഒറ്റയ്ക്ക് ഒരു സൈഡിലേക്ക് വിട്ട് MRZ ആയിട്ട് ഇഷ്യൂ എടുത്തോണ്ട് അതിന്റെ ഒരു ഇഷ്യൂ ആണ്. അല്ലാണ്ട് വേറെ അത് പിന്നെ എല്ലാരോടും സംസാരിക്കുന്ന രീതിയും പിന്നെ ചേഞ്ച് ആയി. മീനു വെൽക്കം. കുഴപ്പമില്ല ബ്രോ. പുള്ളി എത്തിട്ടുണ്ട്. ഞാൻ EMS കൊണ്ട് പോക്കി പറ്റി എടാ വിടറാ ബാബ ബ്രോ. അപ്പൊ ശരി ബ്രോ. ഓക്കെ ബ്രോ, നൈസ് ടു മീറ്റ് ബ്രോ. അത്തിക്കൊന്നും വേണ്ടല്ലേ? വിടറാ. ഇത് കേട്ടിട്ട് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ കാരണം എല്ലാരും ബ്രോ അവൻ പാവമാണെങ്കിൽ ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. പാവമാണെങ്കിൽ അവന്റെ ബാക്ക് സ്റ്റോറി കണ്ടിട്ട് സങ്കടമായാളെ. അവന്റെ ബാക്ക് സ്റ്റോറി കണ്ടിട്ട് സങ്കടമായാളെ. അവന്ത് പറഞ്ഞു? അവന്റെ ബാക്ക് സ്റ്റോറി കണ്ടിട്ട് സങ്കടമായത്. അവനെ ഗ്യാങ്ങിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് അവൻ ഒറ്റപ്പെട്ട് ജീവിച്ചിരിക്കുന്ന പോലെ. അതിന്റെ ട്രോമയിൽ അവൻ റിയാക്ട് ചെയ്യുന്ന പറയുന്നത്. അയ്യോ, MRC ആയിട്ട് എന്താ പള്ളി പിടിച്ചാലാണ് പിരിച്ചുവിട്ടെന്ന് കേട്ട്. അതന്നെ. അതിനുശേഷം അവനെ എല്ലാരും അവോയ്ഡ് ആക്കി. ആരും ഇല്ലായിട്ട് അവൻ XMD കയറിയതാണ്. ഗ്യാങ് കളിച്ചോണ്ടിരുന്ന പ്ലെയർ.